ഡയറ്റ് അഡിക്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ. നമ്മൾ സാധാരണ വെയിലൊക്കെ ഡയറ്റ് എടുക്കുന്നതൊക്കെ ഓക്കെ, പക്ഷേ അത് അഡിക്റ്റീവ് ഒരു ഫേസിലോട്ട് പോയി കഴിഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടാവും. ചില കുട്ടികൾ വരാറുണ്ട് ഇവിടെ. ഇവരെന്ന് വെച്ചാൽ രാവിലെ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് പ്രോട്ടീൻ ഇല്ലാന്നുണ്ടെങ്കിൽ കഴിക്കില്ല. ഇതൊക്കെ ഇടയ്ക്ക് നമുക്ക് ഒന്ന് സ്കിപ്പ് ചെയ്തു എന്ന് ഒന്നും സംഭവിക്കാൻ പോകില്ല കേട്ടോ. പിന്നെ പലരും ഒരുപാട് സപ്ലിമെൻറ്റ്സ് യൂസ് ചെയ്യുന്നവരുണ്ട്. വൈറ്റമിൻസ്, മിനറൽസ്, അതുപോലെ മഗ്നീഷ്യത്തിൻ്റെ സപ്ലിമെൻറ്റ്, അയൺ സപ്ലിമെൻറ്റ്, ബാക്കി ലോകത്തുള്ള സപ്ലിമെൻറ്റ്സ് മുഴുവൻ കഴിക്കും. ശരിക്കും പറഞ്ഞാൽ ചെറുപ്രായമൊക്കെ ആണെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഫുഡ് തന്നെ മതി. അത് മതി നമ്മുടെ ശരീരത്തിന്. എല്ലാ ന്യൂട്രിയൻസും ഉൾപ്പെടുത്തണമെന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ കൂടെ സപ്ലിമെൻറ്റ്സ് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. സപ്ലിമെൻറ്റ്സ് എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത്? നമ്മുടെ ബോഡിക്ക് എന്തെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാലാണ് സപ്ലിമെൻറ്റ്സ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യാം, അതിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ട്, സപ്ലിമെൻറ്റ്സ് യൂസ് ചെയ്യാം. B12 ചെക്ക് ചെയ്യുക, ഡെഫിഷ്യൻസി ഉണ്ട്, സപ്ലിമെൻറ്റ്സ് യൂസ് ചെയ്യാം. അല്ലാതെ നോർമൽ വേയിൽ ഫുഡ് കഴിച്ചുകൊണ്ട് നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ സപ്ലിമെൻറ്റ്സ് ഒന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. ഈ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്തോളൂ. ഡയറ്റ് അഡിക്ഷൻ അത്ര നല്ലതല്ല. നോർമൽ വേയിൽ ഡയറ്റ് എടുക്കാം. പിന്നെ ഒരു ദിവസം ഇപ്പോൾ എക്സസൈസ് സ്കിപ്പ് ചെയ്തു എന്ന് വെച്ചിട്ട് വലിയ കുറ്റബോധത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു ദിവസം ഡയറ്റ് ഒന്ന് സ്കിപ്പ് ചെയ്താലോ എക്സസൈസ് സ്കിപ്പ് ചെയ്താലോ ഒന്നും വലിയ പ്രോബ്ലം ഒന്നും വരാൻ പോകുന്നില്ല. നമുക്ക് എപ്പോഴാണ് പ്രോബ്ലം വരുന്നതെന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ഫോൾട്ടി ഫുഡ് ഹാബിറ്റിലോട്ട് പോവുക, അതുപോലെ കണ്ടിന്യൂസ് എക്സസൈസ് ഇല്ലാതെ ഒരു സെഡൻറ്ററി ലൈഫ് സ്റ്റൈലിൽ പോവുക, അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് പ്രോബ്ലംസ് കൂടുതൽ വരുന്നത് കേട്ടോ. താങ്ക് യു.